വളരെ ധന്യമായ ഒരു ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ഞാനിവിടെ ഷംസീർ സംസാരിക്കുമ്പോൾ ആലോചിക്കുകയായിരുന്നു, പപ്പേട്ടന് ഇപ്പോൾ 96 വയസ്സിലാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് അറിയാവുന്ന പല പ്രതിഭകളും അത് സാഹിത്യരചനയിലും ചലച്ചിത്ര രംഗത്തും മറ്റു പല രംഗത്തും മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ച പല പ്രതിഭകളുണ്ട്. ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ പ്രതിഭ പറ്റിപ്പോയോ എന്ന സംശയത്തിന് ഇടം കൊടുക്കും വിധം ഉള്ള പല സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ സമൂഹം കടന്നുപോയിട്ടുണ്ട്. ചില പേരുകളെല്ലാം ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു പേരും പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഈ മനസ്സിൽ ചിലപ്പോൾ ചില പേരുകളൊക്കെ കടന്നു വരുന്നുണ്ടാവും. അത് ആരോടെങ്കിലുമുള്ള ആദരവ് കുറയുന്നത് കൊണ്ടല്ല, സ്വാഭാവികമാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും മഹത്തായ സൃഷ്ടികൾക്ക് ജന്മം നൽകിയവർ ജീവിതത്തിലുടനീളം അതിന്റെ തുടർച്ചകൾ ഉണ്ടാക്കിക്കൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് പ്രതിഭ പറ്റി തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ, വിലയിരുത്തലുകൾ, അങ്ങനെയുള്ള മഹത് വ്യക്തികൾക്ക് നേരെ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായൊരു കാര്യം, ഒരു 8 പതിറ്റാണ്ട് മുൻപ് ഏകദേശം കഥ എഴുതുന്ന ഘട്ടത്തിൽ, എഴുതി തുടങ്ങുന്ന ഘട്ടത്തിൽ മലയാള സാഹിത്യ രംഗത്ത് എങ്ങനെയൊക്കെയാണോ ടി പത്മനാഭൻ എന്ന എഴുത്തുകാരൻ സ്വാധീനിച്ചത്, ഒട്ടും കുറയാതെ ഈ 96 വയസ്സിലും അദ്ദേഹത്തിന് സാഹിത്യരചന നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും സവിശേഷകരമായ ഒരു യാഥാർത്ഥ്യം, ആഹ്ലാദകരമായ ഒരു യാഥാർത്ഥ്യം. ഒടുവിൽ എഴുതിയ കഥകളും ഏറ്റവും പ്രശസ്തമായ കഥകളോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന കഥകളാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു കാരണം, ടി പത്മനാഭൻ എന്തിന്റെ കഥാകാരനാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരം പറയാനുണ്ടാവും. മഴയുടെയോ കടലിന്റെയോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പല കഥകളെല്ലാം നമ്മുടെ എല്ലാം മനസ്സിലൂടെ കടന്നു വരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ടി പത്മനാഭനെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കേണ്ടി വന്നാൽ അദ്ദേഹം സ്നേഹത്തിന്റെ കഥാകാരൻ. സ്നേഹത്തിന്റെ കഥാകാരനായതുകൊണ്ട് തന്നെയാവാം ഈ പ്രായത്തിലും വിസ്മയിപ്പിക്കുന്ന കഥകൾക്ക് ജന്മം നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. കാലഹരണപ്പെടാത്ത മൂല്യങ്ങളിൽ സുപ്രധാനമായ ഒന്ന് സ്നേഹം തന്നെയാണ്. ഓരോ കഥകൾ എടുത്തു നോക്കിയാൽ വാചകങ്ങളുടെയും വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു സ്പർശം നമുക്ക് കാണാൻ കഴിയും. കഥയുടെ ധർമ്മം എന്താണ്, കഥയുടെ ലക്ഷ്യം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ അതിലൊരു അഭിപ്രായ പ്രകടനം നടത്താനോ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല. അതിന് വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും ആളുകളുണ്ടാവും, എഴുത്തുകാർക്കും വായനക്കാർക്കും. പപ്പേട്ടന്റെ ഒരിടത്ത് പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ കഥകൾ എഴുതുന്നത് എന്റെ സന്തോഷത്തിനാണ്, എന്റെ സന്തോഷത്തിനാണ്. അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും. പക്ഷെ ഒരു കഥ നാം വായിക്കുമ്പോൾ, ആരുടേതുമാവട്ടെ, നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെയോ കാരുണ്യത്തിന്റെയോ ദയയുടെയോ ഒരു ചെറിയ നീരുറവ ആ കഥ സൃഷ്ടിക്കുന്നുവെങ്കിൽ, ജീവിക്കണം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ ശക്തിപ്പെടുന്നുവെങ്കിൽ, അത് കാലത്തെ അതിജീവിക്കാൻ കരുത്തുള്ള കഥയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.